BJPക്ക് ഗുണകരമായതൊന്നും ചെയ്യാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങൾ BJPയെ സഹായിച്ചേ തിരുവെന്ന് ഞങ്ങൾ പറയില്ല. പറഞ്ഞല്ലോ BJPക്ക് ഗുണകരമായി ചെയ്യില്ല എന്നൊരു കുട്ടിയെ പറഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങൾ BJPയെ സഹായിക്കണമെന്ന് പറയാൻ ഞങ്ങളില്ല. BJP ലക്ഷ്യം ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന അവരുടെ ട്രസ്റ്റുകൾ, അവരുടെ പല അവർക്ക് ഒരുപാട് സംഘടനകളുണ്ട് ഇങ്ങനെ. അല്ല, അതുകൊണ്ട് അതൊക്കെ നടത്തുന്ന ട്രസ്റ്റുകളുടെ എല്ലാത്തിൻ്റെയും മേൽ ഒരു കൈ വരാൻ പോവുകയാണ്. അത് വെറും കൈയല്ല, കൈ ഇവിടെ പിടിക്കും, കഴുത്തിൽ പിടിക്കും. എന്നിട്ട് ഒന്നൊന്നായിട്ട് അവയെല്ലാം അവർ അടച്ചു പൊട്ടിക്കാൻ നോക്കുകയാണ്. അത് ഗുണകരമല്ല. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും ഉത്കണ്ഠ പരിഗണിച്ചുകൊണ്ട് അവരോടെല്ലാം ആവശ്യമായ സമയമെടുത്ത് ചർച്ച ചെയ്തിട്ട് അവർക്കെല്ലാവർക്കും ബോധ്യമാകുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ വഴിക്ക് പോകാവൂ എന്ന് കർശനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നു. അക്കൗണ്ടബിലിറ്റി വേണ്ടെന്ന് ആരും പറയില്ല. അക്കൗണ്ടബിലിറ്റി വേണ്ടെന്ന് ആരും പറയില്ല. ന്യൂനപക്ഷ ആശങ്ക യാഥാർത്ഥ്യമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഭയജഗതരാണ്. ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടോ? ഞങ്ങളുടെ മതം, വിശ്വാസം, സ്ഥാപനങ്ങൾ, ആരാധനാ കേന്ദ്രങ്ങൾ, ഞങ്ങൾ നടത്തുന്ന സ്കൂളുകൾ, ഞങ്ങളുടെ പരിശീലന കേന്ദ്രങ്ങൾ അതെല്ലാം സേഫാണോ? ഈ ചോദ്യത്തിൽ അവരെല്ലാം ഇപ്പം തന്നെ ഭയപ്പെട്ട് കഴിയുന്നു. അവരെ വീണ്ടും ഭയപ്പെടുത്തിയിട്ട് BJPയുടെയും RSSൻ്റെയും കാൽക്ക കൊണ്ടുപോയി അവരെ കൊണ്ട് കുമ്പിടിപ്പിക്കാനുള്ള നീക്കമാണിത്. ആ നീക്കം തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. ആ പരിപാടി നടത്തിയിട്ട് അവിടെ എന്തൊക്കെ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തു, ചർച്ചകൾ നടത്തുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതുവരെ അത് എക്സിക്യൂട്ട് ചെയ്തായിട്ടൊന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ ന്യൂനപക്ഷ ആശങ്ക പറയുമ്പോഴും 4 വോട്ടിന് വേണ്ടി ഒരു ഭൂരിപക്ഷ ആളുകളെ അല്ലെങ്കിൽ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആളുകളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു ഇതിന്റെ പേരിൽ ഒരു പരിപാടി പ്രത്യേകിച്ച് ഇടതുപക്ഷം നടത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം ഇത്തരം ഒരു സാഹചര്യത്തിൽ മാസങ്ങൾ മുമ്പ് നടത്തിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതന്ന് അങ്ങനെ ചെയ്തത് ശരിയാണോ? ഒരു ചെറിയ തെറ്റ് പറ്റിയതാക്കൾ. ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണത്. സർക്കാർ നടത്തിയതാണ് പറഞ്ഞത്. ടെക്നിക്കലി അല്ല നടത്തിയത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ മാൻഡേറ്റ് വായിച്ചു നോക്കുക, അതിൻ്റെ മാൻഡേറ്റ് വായിച്ചു നോക്കുക, എന്നിട്ട് സംസാരിക്കാൻ നോക്കുക. ദേവസ്വം ബോർഡ് ഹാസ് എ മാൻഡേറ്റ്, അതിനകത്ത് ഇത് പെടുത്തോളം നോക്കിയാൽ മതി. അല്ല, ദേവസ്വം ബോർഡ് മാൻഡേറ്റിനകത്ത് ഹിന്ദു മത പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ല എങ്കിൽ നമുക്കപ്പോൾ സംസാരിക്കാം. അല്ല, ഇടത് സർക്കാർ ഭരിക്കുന്നത് എല്ലാ മതങ്ങളിലും ഇടപെടാൻ വേണ്ടിയല്ല. ദേവസ്വം ബോർഡിൻ്റെ മാൻഡേറ്റിൻ്റെ പുറത്തൊന്നും ചെയ്യാൻ പാടില്ല. ദേവസ്വം ബോർഡിൻ്റെ മാൻഡേറ്റ് ഉണ്ട്, അത് അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് വായിച്ചിട്ട് സംസാരിക്കാം നമുക്ക്. അതൊന്ന് വായിക്കുക, ദയവായിട്ട് അതൊന്ന് വായിക്ക്. അത് വായിച്ചു കഴിഞ്ഞ് പറയാം. നമുക്ക്. ദേവസ്വം ബോർഡ് സർക്കാരല്ല. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ SDP നേതൃത്വം തന്നെ പറയുന്നു, വി ശിവൻകുട്ടി നേരിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടു SDPയുടെ വോട്ട് വേണം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായമുണ്ടോ? ഞാനിപ്പം വരുമ്പോഴത്തേക്ക് വരുന്നപ്പോഴേക്ക് ഞാൻ SDPയുടെ വക്താവിൻ്റെ ഇത് കാണുകയായിരുന്നു, പ്രസ് കോൺഫറൻസ്. നിങ്ങൾ കണ്ടുകാണെന്ന് അറിയാം. ഞാൻ വരുമ്പോൾ കാണുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, BJPക്ക് ഗുണകരമായതൊന്നും ചെയ്യാൻ ഞങ്ങളില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങൾ BJPയെ സഹായിച്ചേ തിരുവെന്ന് ഞങ്ങൾ പറയില്ല. പറഞ്ഞല്ലോ, BJPക്ക് ഗുണകരമായി ചെയ്യില്ല എന്നൊരു കുട്ടിയെ പറഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങൾ BJPയെ സഹായിക്കണമെന്ന് പറയാൻ ഞങ്ങളില്ല. 4 പേരല്ല, CPIയുടെ സ്ഥാനാർത്ഥികളുടെ 11 പേരുണ്ട്. 4 അല്ല, ഞാൻ LDF ആണ്. LDFൻ്റെ എങ്ങനെ ആരുടെ വോട്ട്? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം. എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം.
ഞങ്ങൾ പറഞ്ഞല്ലോ എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം വേണം വേണം. ഒരു വെള്ളം ചോദില്ല, ഒരു വെള്ളമില്ല, ഒരു വെള്ളമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ണടച്ച് പിടിക്കണ്ട. മതത്തെപ്പറ്റി അതേപ്പറ്റി ഇന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടി അവരുടെ SDP അല്ല വിഷയം. ഇവിടെ മതമുണ്ട്, മതം യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, LDFകാർ മതവിശ്വാസങ്ങളെ തീർച്ചയായിട്ടും മാനിക്കും, വിശ്വാസങ്ങളെ മാനിക്കും. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ പള്ളിയിൽ പോകുന്നുണ്ടോ അതൊക്കെ വേറെ കാര്യം. പക്ഷേ വി ഡു റെസ്പെക്റ്റ് ഓൾ ബിലീവേഴ്സ് ഓഫ് ഓൾ ഫെയ്ത്ത്സ്. എല്ലാ മതങ്ങളിലും പെട്ട എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ബഹുമാനിക്കും. അതിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭേദമില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. അത് ആരാ നടത്തിപ്പ് നോക്കണം, എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. അതാണ് ജനാധിപത്യം, ഡെമോക്രാറ്റിക് നോംസാണത്. ഞാൻ ഓടിപ്പോകൊന്നുമില്ല, പക്ഷേ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. അത് ഞാൻ ബാധിക്കും. അതിനു വേണ്ടി മതങ്ങളിൽ പെട്ട എല്ലാ മനുഷ്യരെയും ഞങ്ങൾ മാനിക്കും. ഞങ്ങളൊരു വര വരച്ചിട്ടുണ്ട്, ഈ സമൂഹത്തിലുണ്ടത്. ആ വരയുടെ ഈ ഭാഗത്താണ് മതവിശ്വാസികൾ, യഥാർത്ഥ മതവിശ്വാസികൾ. അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ്. ഈ വരയുടെ ഇപ്പുറത്ത് കുറച്ച് പേരുണ്ട്. അത് മതത്തിൻ്റെ മറവിൽ മതഭ്രാന്ത് പ്രചരിപ്പിക്കുന്നവരാണ്. അവരാകുന്നു മത തീവ്രവാദികൾ. അവരോട് ഞങ്ങൾക്ക് ആശയ സമരമുണ്ട്. ഐഡിയോളജിക്കൽ സ്ട്രഗിൾ ഈസ് ദെയർ. മതത്തെപ്പറ്റി മാർക്സ് പറഞ്ഞൊരു കാര്യം നിങ്ങളെല്ലാം അറിയണം. നിങ്ങളിപ്പോൾ പറയും, മാർക്സ് എന്താ പറഞ്ഞത്? നിങ്ങൾ പറയും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞില്ലേ എന്ന്. ഇതിൻ്റെ ചോദ്യം. മാർക്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേ മാർക്സ് ആ വാചകം മുമ്പ് പറഞ്ഞൊരു 3 വാചകമുണ്ട്. നിങ്ങളാരും അത് അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല. അതുകൊണ്ട് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു. ഇതേ കാൾ മാർക്സ് തന്നെ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആത്മാവ് നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ ആത്മാവാണ് മതം. ഹൃദയശൂന്യമായ സമൂഹത്തിൻ്റെ ഹൃദയമാണ് മതം. അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നെടുവീർപ്പാണ് മതം. ഇത് മാർക്സ് പറഞ്ഞ വാചകങ്ങളാണ്. ഇത്രയും പറഞ്ഞിട്ട് മാർക്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിലും അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും പറഞ്ഞു. ഞങ്ങൾ നിഷേധിക്കുന്നില്ല. മാർക്സ് കണ്ടത് ഇങ്ങനെയാണ്. യോജിക്കാം നിങ്ങൾക്ക്. മാർക്സ് കണ്ടത് ഇങ്ങനെയാണ്. ഇതെല്ലാമാണെങ്കിലും മതം മനുഷ്യന് ഒരു വിമോചന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ മോചനം അപ്പോഴും ദൂരെയാണ് എന്നാണ് മാർക്സ് മനസ്സിലാക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. വി നോ വാട്ട് ഇറ്റ് ഈസ്. അതുകൊണ്ട് പറയുകയാണ്, എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ മതതീവ്രവാദത്തെ എതിർക്കും, ആശയപരമായിട്ട് എതിർക്കും. ഇതൊരു വലിയ ആശയ സമരമാണ്. ഈ ആശയ സമരത്തിൻ്റെ ഘട്ടത്തിൽ വോട്ട് വന്നിരിക്കുന്നു. ആ വോട്ടിൽ BJPയെ സഹായിക്കുന്നൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓടിപ്പോയിട്ട് അത് പറ്റില്ല, നിങ്ങൾ BJP തുണയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പറയില്ല ഞങ്ങൾ.